Dear children, good morning all of you. Yeah, we have learned letters up to D. Yeah, previous day we have learned up to D. Let us revise once again. Look here, all of you take your cursive writing book. All of you take your cursive writing book. Okay, ready? Page number 8. Take the page number 8. Then first letter, capital A. Okay, how to write capital A? I'll write in air, that is here, then go up. Okay, then again small letter A. Small letter A. എല്ലാവരും big letter A cursive എഴുതി കഴിഞ്ഞു, അത് പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പോണത് small letter A. Yeah, how to write small letter A? That is here go, then come down, then up, again small curve. That is small letter A. Next page, turn your page. B, capital B. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബി എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. എന്നെ മിസ് അത് വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവരും പഠിച്ച് എഴുതിയത് മിസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഗുഡ് ചിൽഡ്രൻ. ദെൻ അഗെയിൻ സ്മോൾ ലെറ്റർ ബി. ഓക്കെ, സ്മോൾ ലെറ്റർ ബി. ദെൻ turn the page number 12. Page number 12. Capital C and small letter C. Okay, again turn the page number 14. Page number 14. Capital D. Capital D and small letter D. Okay children, today we are going to learn capital E. Capital E. How to write capital E? Page number 16. Page number 16. How to write capital letter E? That is cursive writing E. All of you look at the board. First one, start from the second line, that is blue color. Okay, start from the second line, go up, touch the red line, again curve and touch the again second line, then again curve to the third line, big curve, okay, big curve and again small curve inside, that is big letter E. എങ്ങനെയാണ് നമ്മൾ ബിഗ് ലെറ്റർ ഇ പഠിക്കുന്നത്? സെക്കൻഡ് ലൈൻ, അതായത് ബ്ലൂ കളറുള്ള ലൈനിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ഫ്രം ദ സെക്കൻഡ് ബ്ലൂ ലൈൻ ആൻഡ് അതങ്ങനെ നമ്മൾ മുകളിലത്തെ ലൈന്, അതായത് റെഡ് ലൈനിൽ ടച്ച് ചെയ്തു. അവിടുന്ന് സ്മോൾ കേർവ് വന്ന് സെക്കൻഡ് ലൈനിൽ മുട്ടി. ആ സെക്കൻഡ് ലൈനിൽ അനദർ കേർവ്, ദാറ്റ് ഈസ് കം ടച്ച് ദ തേർഡ് ലൈൻ ആൻഡ് കം go inside small curve, that is big letter E. എങ്ങനെയാണ് നമ്മളത് എഴുതുന്നത് എന്ന് നോക്കി എല്ലാവരും ഒന്ന് നോക്കും. സെക്കൻഡ് ലൈനിൽ നമ്മൾ എഴുതി തുടങ്ങി, ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്ത് അവിടെ ഒരു കേർവ് ഇവിടെ വന്ന് ടച്ച് ചെയ്ത്, അഗെയിൻ അനദർ കേർവ് ഓൺ ദ തേർഡ് ലൈൻ, then go inside small curve, that is capital E. Okay, then next one is small letter E. How to write small letter E? അതിനു മുൻപേ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെറ്റർ നിങ്ങൾ അവിടെ ഡോട്ടഡ് ലൈൻ ഉണ്ട്, ആ ഡോട്ടഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ എങ്ങനെ എഴുതാന്നുള്ളത് പഠിക്കും.
അതിൻ്റെ ഒരു 4-5 ലൈൻസിൽ ആ ഡോട്ടഡ് ലൈൻ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് ബൈ ഹാർട്ടായി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് അതിൻ്റെ താഴത്തുള്ള ലൈൻസ് ഉണ്ട്, അതിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ഇ പഠിച്ചു കഴിയും. ഓക്കെ, നെക്സ്റ്റ് പേജിൽ ടേക്ക് ദ നെക്സ്റ്റ് പേജ്, സ്മോൾ ലെറ്റർ ഇ. ഓക്കെ, all of you take the page number 17. Okay, ready? Then start from the second line. Start from the second line. Then go up, touch the, sorry children, start from the third line. All of you look here, start from the third line, then go up, touch the second line, then big curve on the end of the third line, that is small letter E. എങ്ങനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ഇ എഴുതുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. ഇവിടെ തേർഡ് ലൈന് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ലൈനിൽ വന്ന് ടച്ച് ചെയ്തിട്ട് അവിടുന്ന് അത് ഒരു ബിഗ് കർവ് ഇവിടെ വന്ന് തേർഡ് ലൈനിൽ അവിടെ വന്ന് നിർത്തി. ഓക്കെ, എങ്ങനെയാണ് നോക്കൂ എല്ലാവരും. തേർഡ് ലൈൻ, സ്റ്റാർട്ട് ഫ്രം ദ തേർഡ് ലൈൻ, ഗോ അപ്പ് ആൻഡ് ടച്ച് ദ സെക്കൻഡ് ലൈൻ, ദെൻ big curve on the end of the third line. എങ്ങനെയാണ് വരുന്നത്? തേർഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് അവിടുന്ന് ഒരു ബിഗ് ഒരു കേർവ് അവിടെ വരച്ച് ഇങ്ങനെ വന്നിട്ട് പിന്നെയും നമ്മൾ അവിടെ വരുന്നു തേർഡ് ലൈൻ തന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിവിടെ ക്യാപിറ്റൽ ഇ പഠിച്ചു, സ്മോൾ ലെറ്റർ ഇ പഠിച്ചു. ഇത് രണ്ടിലും നിങ്ങൾക്ക് എന്തുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ ബുക്കിൽ ഇതാ ഡോട്ടഡ് ലൈൻ ഉണ്ട്. ആ ഡോട്ടഡ് ലൈൻ നിങ്ങൾ ജോയിൻ ചെയ്താൽ ക്യാപിറ്റൽ നിങ്ങൾ പഠിച്ചു കഴിയും. അത് ഇവിടെ എഴുതും. അതേപോലെ തന്നെ പേജ് നമ്പർ 14, ടേക്ക് ദ പേജ് നമ്പർ 14, സ്മോൾ ലെറ്റർ ഇ. ഹൗ ടു റൈറ്റ് സ്മോൾ ലെറ്റർ ഇ? ദെൻ ട്രേസ് ദ കോപ്പി. അത് ഞാൻ പറയാം, ഡോട്ടഡ് ഉണ്ടല്ലോ, ആ ഡോട്ടഡ് നിങ്ങൾ എന്താക്കണം? ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ പഠിക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ താഴത്തുള്ള ആ ലൈനിൽ പിന്നെ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾ ഈ സ്മോൾ ലെറ്ററും കൂടെ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നല്ല നീറ്റിൽ പെൻസിലൊക്കെ ഷാർപ്പൻ ചെയ്ത് നല്ല നീറ്റിൽ എഴുതണം. ഓക്കെ, വേറെ ഒന്നുണ്ട്, നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ എഴുതുന്ന ദിവസത്തെ ഡേറ്റ് അതിനകത്ത് എഴുതണം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ.